ഹായ് ഓൾ. സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡി സി മോട്ടോഴ്സ്, എ സി മോട്ടോഴ്സ്, സ്റ്റാർട്ടേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് എന്നിവയാണ്. ഇതിൽ ഡി സി മോട്ടോഴ്സ് അല്ലെങ്കിൽ ഡി സി മോട്ടോറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഡി സി മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ മെഷീനാണ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. The working of a DC motor is based on the principle that when a current carrying conductor is placed in a magnetic field, it experiences a mechanical force. DC ജനറേറ്റർ നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിരുന്നു. ഡി സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിന്, അതായത് മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞിരുന്നത്. ഡി സി മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷീനെയാണ്, ഇലക്ട്രിക്കൽ മെഷീനെയാണ് ഡി സി മോട്ടോർ എന്ന് പറയുന്നത്. ഡി സി മോട്ടോറിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അതിന് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഈ ഒരു പ്രവർത്തന തത്വം ഉപയോഗിച്ചാണ് ഡി സി മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഈ ഡെവലപ്പ് ചെയ്യുന്ന മെക്കാനിക്കൽ ഫോഴ്സിന് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് എഫ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐ ഇൻറ്റു എൽ ന്യൂട്ടൺ എന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻറ്റൻസിറ്റിയാണ്, ഐ എന്ന് പറയുന്നത് കറണ്ടാണ്, ആൻഡ് എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടറാണ്. ഈ മൂന്ന് ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡി സി മോട്ടോറിൽ അല്ലെങ്കിൽ ഒരു ഡി സി മോട്ടോറും ഡി സി ജനറേറ്ററും തമ്മിൽ കൺസ്ട്രക്ഷനിൽ കാര്യമായ മാറ്റങ്ങൾ ഇല്ല. അതായത് സെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ് ഡി സി ജനറേറ്ററിനും ഡി സി മോട്ടോറിനും. In fact, the same DC machine can be used interchangeably as a generator or as a motor. ജനറേറ്ററിൽ പോലെ തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട് ഡി സി മോട്ടോഴ്സിൽ. അതിൽ ഡിഫറെൻ്റ് ടൈപ്സ് എന്ന് പറയുന്നത് ഷണ്ട് വൗണ്ട് അല്ലെങ്കിൽ പാരലൽ വൗണ്ട്, സീരീസ് വൗണ്ട് ആൻഡ് കോമ്പൗണ്ട് വൗണ്ട് ഡി സി മോട്ടോഴ്സ് എന്നിങ്ങനെ 3 ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡി സി മോട്ടോഴ്സ് ആണ് ഉള്ളത്. ഡി സി മോട്ടോഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത് സ്റ്റീൽ മിൽ, മൈൻസ്, ഇലക്ട്രിക്കൽ ട്രെയിൻസ് എന്നിവയിലാണ്. ഇതിലെല്ലാം ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഡയറക്റ്റ് കറണ്ട്, അതായത് എ സിയെ ഡി സി ആയി കൺവേർട്ട് ചെയ്തിട്ടാണ് ഡി സി മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ അപ്ലിക്കേഷനുകളിൽ ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽ ട്രെയിൻ പോലെയുള്ള ലാർജ് അപ്ലിക്കേഷനുകളിൽ ഡി സി മോട്ടോഴ്സ് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് ഓർ ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് എ സി മോട്ടോറുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഡി സി മോട്ടോറുകൾക്ക് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലാണ്. അതായത് കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അത് കാരണമാണ് ഇലക്ട്രിക്കൽ ട്രെയിൻ പോലെയുള്ള അപ്ലിക്കേഷനുകളിൽ ഡി സി മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഡി സി മോട്ടോർ. A machine that converts DC electrical power into mechanical power is known as a direct current motor or DC motor. The direction of the force developed is perpendicular to both the wire and the magnetic field. ഒരു ഡി സി മോട്ടോറിൻ്റെ
കൺസ്ട്രക്ഷനിൽ അല്ലെങ്കിൽ ഒരു ഡി സി മോട്ടോറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെക്കാനിക്കൽ ഫോഴ്സ്, ആ മെക്കാനിക്കൽ ഫോഴ്സ് യൂസ് ചെയ്താണ് നമ്മൾ അപ്ലിക്കേഷൻ ലെവലിൽ ഡി സി മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത്. ആ മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ വയർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനും അതുപോലെ കണ്ടക്ടറിനും എപ്പോഴും പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷനിലായിരിക്കും ഈ മെക്കാനിക്കൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു സിമ്പിൾ അല്ലെങ്കിൽ ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് എ ഡി സി മോട്ടോർ. ഡി സി ജനറേറ്ററിൽ ഉള്ള പോലെ തന്നെ രണ്ട് മാഗ്നറ്റിക് പോൾസിനിടയിൽ, അതായത് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, രണ്ട് മാഗ്നറ്റിക് പോൾസിനിടയിൽ ഒരു കണ്ടക്ടർ വെച്ചിരിക്കുന്നു. ആ കണ്ടക്ടർ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു കമ്മ്യൂട്ടേറ്ററിലേക്കാണ്, അല്ലെങ്കിൽ അതിനെ സ്പ്ലിറ്റ് റിങ്സ് എന്ന് പറയും. സ്പ്ലിറ്റ് റിങ് ഒരു ബുഷ് വഴി ഇലക്ട്രിക്കൽ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ഡി സി മോട്ടോറിന്റെ ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഇൻ ബിറ്റ്വീനായി ഒരു ആർമേച്ചർ പ്ലേസ് ചെയ്തിരിക്കുന്നു. ആ ആർമേച്ചറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനനുസരിച്ച് അവിടെ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ I എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നതാണ് ഇലക്ട്രിക്കൽ കറണ്ട് വിച്ച് ഫ്ലോസ് ത്രൂ ദ ആർമേച്ചർ. L എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നതാണ് ആർമേച്ചറിന്റെ അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ ലെങ്ത്. അതുപോലെ B എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ വാല്യൂ. ഈ മൂന്ന് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് ഫോഴ്സ്, ഇതിൽ എത്രത്തോളം മെക്കാനിക്കൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു എന്നത് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ഒരു ഇലക്ട്രിക്കൽ സപ്ലൈയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എൻഡ് രണ്ട് ഭാഗങ്ങളിലായി കണക്ട് ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് വരുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ I എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. കറണ്ടിന്റെ ഡയറക്ഷൻ സൗത്ത് പോളിന്റെ അല്ലെങ്കിൽ സൗത്ത് പോൾ സൈഡിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഒരു ഡയറക്ഷനിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നോർത്ത് പോളിന്റെ സൈഡിൽ. അതുപോലെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഈ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ സൗത്ത് പോൾ സൈഡിൽ കൺസിഡർ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആയിരിക്കും. അതുപോലെ നോർത്ത് പോളിൽ കൺസിഡർ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആയിരിക്കും. അങ്ങനെ ഒരു ആർമേച്ചർ കണ്ടക്ടറിൽ രണ്ട് ഭാഗങ്ങളിലായി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന കാരണം അവിടെ സംഭവിക്കുന്നത് ഒരു മെക്കാനിക്കൽ മോഷനാണ്. അതായത് ഒരു കണ്ടക്ടറിന്റെ രണ്ട് സൈഡുകളിലായി രണ്ട് ഡയറക്ഷനിലുള്ള മെക്കാനിക്കൽ ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു റൊട്ടേഷണൽ മൂവ്മെന്റ് കിട്ടുന്നു. ഈ റൊട്ടേഷണൽ മൂവ്മെന്റ് ഉപയോഗിച്ചാണ് ഡി സി മോട്ടോഴ്സ് വിവിധ ആപ്ലിക്കേഷനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഡി സി മെഷീനിന്റെ ക്രോസ് സെക്ഷനാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ മാഗ്നറ്റിക് പോൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്നത് 4 പോൾ പീസസ് ആണ്. കമ്മ്യൂട്ടേറ്റർ റിങ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ കണ്ടക്ടേഴ്സ്, കാർബൺ ബ്രഷസ്, ആർമേച്ചർ എന്നിവയും കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മൊത്തം അസംബ്ലി എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റീൽ യോക്കിനുള്ളിലാണ്. ഇതാണ് ഒരു ഡി സി മെഷീന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഡി സി മോട്ടോറിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് പോളിനെയും സൗത്ത് പോളിനും ഇടയിലായി ഇൻ ബിറ്റ്വീനായി നമ്മളൊരു ആർമേച്ചർ
കോയിൽ അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്യുമ്പോൾ ആ കറണ്ടിനനുസരിച്ച് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനനുസരിച്ച് അതുപോലെ കണ്ടക്ടറിൻ്റെ ലെങ്തിനും മാഗ്നറ്റിക് ഫീൽഡിനും അനുസരിച്ച് അവിടെ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് രൂപം കൊള്ളുന്നു. ഈ മെക്കാനിക്കൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് പോളിൻ്റെ സൈഡിൽ ഒരു ഡയറക്ഷനും സൗത്ത് പോളിൻ്റെ സൈഡിൽ മറ്റൊരു ഡയറക്ഷനും ആയിരിക്കും. ഇവിടെ കണ്ടക്ടർ പ്ലസ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് കണ്ടക്ടറിൻ്റെ നോർത്ത് പോൾ സൈഡിലുള്ള മെക്കാനിക്കൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. ഇവിടെ ഈ പ്ലെയിനിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് മെക്കാനിക്കൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡോട്ട് ആയി അടയാളപ്പെടുത്തിയിരിക്കുന്നത് മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ഓഫ് പേപ്പറിൽ നിന്നും പുറത്തേക്ക് വരുന്ന രീതിയിലാണ്. അതായത് നോർത്ത് പോളിൻ്റെ സൈഡിലും അതുപോലെ സൗത്ത് പോൾ സൈഡിലും രണ്ട് ഡയറക്ഷനുകളിലായിട്ടാണ് മെക്കാനിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അത് കാരണം തന്നെ കണ്ടക്ടറിന് ഒരു മൂവ്മെൻറ്റ് ലഭിക്കുന്നു. മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ മോഷൻ ലഭിക്കുന്നു. ഈ മെക്കാനിക്കൽ മോഷനാണ് യഥാർത്ഥത്തിൽ ഒരു DC മോട്ടോർ അപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്നത്. The field magnets are excited, developing alternate north and south poles. The armature conductors carry current. All conductors under north pole carry current in one direction, while the conductors under south pole carry current in the opposite direction. The armature conductors under north pole carry currents into the plane of the paper, denoted as cross, and the conductors under south pole carry current out of the plane of the paper, denoted as dot. Since each armature conductor is carrying current and is placed in the magnetic field, a mechanical force acts on it. On applying Fleming's left-hand rule, it is clear that the force on each conductor is tending to rotate the armature in the anti-clockwise direction. All these forces add together to produce a driving torque which sets the armature rotates. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇൻ ബിറ്റ്വീനായി ആർമേച്ചർ കണ്ടക്ടർ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് രണ്ട് പോളുകളിലും വ്യത്യസ്തമായ രീതിയിൽ പോളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ പോളുകളോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന കണ്ടക്ടറിൽ രൂപപ്പെടുന്ന മെക്കാനിക്കൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ രണ്ട് രീതിയിലായ കാരണം ആർമേച്ചർ കണ്ടക്ടർ ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ഒരു റൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് DC മോട്ടോർ അപ്ലിക്കേഷൻ ലെവലിൽ യൂസ് ചെയ്യുന്നത്. When the conductor moves from one side of a brush to the other, the current in that conductor is reversed. At the same time, it comes under the influence of the next pole, which is opposite polarity. DC മോട്ടോറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ യൂസ് ചെയ്യുന്ന കമ്മ്യൂട്ടേറ്റർ റിംഗ് ആണ്. അതായത് കമ്മ്യൂട്ടേറ്റർ റിംഗ് എന്ന് പറയുന്നത് കണ്ടക്ടർ കണക്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സോഴ്സുമായി കണ്ടക്ടർ കണക്ട് ചെയ്യുന്നത് കമ്മ്യൂട്ടേറ്റർ വഴിയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്പ്ലിറ്റ് റിംഗ് ആണ്. നേരെ മറിച്ച് ഒരു AC ജനറേറ്ററിൽ അല്ലെങ്കിൽ AC മെഷീനിൽ യൂസ് ചെയ്യുന്നത് സ്ലിപ്പ് റിംഗ്സ് ആയിരിക്കും. സ്പ്ലിറ്റ് റിംഗ്സ് യൂസ് ചെയ്യുന്ന കാരണം കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ആവും. അതായത് ഒരു ഭാഗത്ത് പോസിറ്റീവ് സപ്ലൈ ആണെങ്കിൽ മറുഭാഗത്ത് നെഗറ്റീവ് സപ്ലൈ ആവും. അതായത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ്ഡ് ആയിരിക്കും. സോ
It comes under the influence of the next pole, which is of opposite polarity. Consequently, the direction of the force on the conductor remains the same. സ്പ്ലിറ്റ് റിങ്ങുകൾ ഉപയോഗിക്കുന്ന കാരണം കണ്ടക്ടറിലെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാ റൊട്ടേഷനുകളിലും സെയിം ആയി തന്നെ നിലനിൽക്കും. It should be noted that the function of a commutator in the motor is same as in the generator. By reversing current in each conductor as it passes from one pole to another, it helps to develop a continuous and unidirectional torque. ഒരു കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡി സി ജനറേറ്ററിൽ ഉള്ള അതേ ഫങ്ഷൻ തന്നെയാണ്. ഒരു റൊട്ടേഷനിൽ കറണ്ടിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്ന കാരണം അവിടെ ഒരു കണ്ടിന്യൂസ് ആയ യൂണി ഡയറക്ഷണലായ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും ഈ കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നത് കാരണം. ഒരു ഡി സി മോട്ടോറിൽ യൂണി ഡയറക്ഷൻ, അതായത് എ സി മോട്ടോർ പോലെയല്ല, ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കമ്മ്യൂട്ടേറ്റർ അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിങ്സ് എന്ന് പറയുന്നത്.